അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഡേ ആയി. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റാണിത്. അതായത് ഉപ്മാവ്, പിന്നെ അത് എഗ് ബുർജിയാണ്. അതായത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്തായാലും, ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ശരി, ലഞ്ചായാലും ശരി, ഡിന്നർ ആയാലും ശരി, നോൺ വെജ് എന്തായാലും ഉണ്ടാവും ഷിപ്പിൽ. ഓക്കെ, പിന്നെ പല കൾച്ചറിൽ നിന്നുള്ള ആൾക്കാരുണ്ടല്ലോ, ഫോറിനേഴ്സ് അടക്കം ഉള്ളതുകൊണ്ട് പിന്നെ അതിൻ്റെ കൂടെ എന്താ പറയുക, ബ്രെഡും ജാമും പിന്നെ അതൊക്കെ ഉണ്ടാവും. പക്ഷേ എങ്കിൽ എന്താ പറയുക, നമ്മളെ എൻ്റെ ടോബി എന്ത് പറഞ്ഞാൽ മെയിനായിട്ട് അവൻ കഴിക്കും കേരള ഫുഡ് കാര്യങ്ങളാണ്. അപ്പോൾ ഉപ്മാവ് ഇതൊക്കെ എടുത്തുതരാം. ഞാൻ അവരോട് പറഞ്ഞതിൽ കുഴച്ചടിക്കുക എന്ന് പറഞ്ഞു പഴം കൂട്ടിയിട്ട്. Sometimes good coffee machines, but ഞാൻ ഇത് ഷൂട്ട് ചെയ്യാൻ കാരണം വെച്ചാൽ ഇവൻ ഫുഡ് കഴിക്കുന്നതാണ് നല്ല രസമാണ്. നമ്മൾ കേരള ഫുഡ് കഴിക്കുന്നതാണ്, കയ്യിനെ കൊണ്ടൊക്കെ വാരിയിട്ട് കഴിക്കുന്നതാണ് നല്ല രസമാണ്. അതാണ് പിന്നെ ഞാനിത് ഷൂട്ട് ചെയ്തത്. okay. And you need some chutney, then also you can. Already. ആസ് യൂഷ്വൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ നമ്മൾ എന്ത് ചെയ്ത് ഷിപ്പിൽ നിന്ന് നേരെ ബോട്ടിലേക്ക് ഇറങ്ങി അടുത്ത ദ്വീപിലേക്ക് പോകാനുള്ളത്. പക്ഷേ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നേരത്തെ ആയിരുന്നു, ഏർലി മോർണിംഗ് ആയിരുന്നു നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. നമ്മൾ ബോട്ടിലേക്ക് ഇറങ്ങിയാലും അപ്പോൾ ഇതിപ്പോൾ മൂന്നാമത്തെ ദിവസം ഇപ്പോൾ ഏകദേശം ഒരു 7:45 നമ്മൾ ഷിപ്പിൽ നിന്ന് ബോട്ടിലേക്ക് മാറി. ഇനി അടുത്ത ദ്വീപിലേക്ക് പോകുന്നത്. അടുത്ത ദ്വീപ് എന്ന് വെച്ചാൽ അഗത്തി എന്ന് പറഞ്ഞ ദ്വീപിലേക്കാണ് അടുത്തതായിട്ട് നമ്മൾ പോകാൻ പോകുന്നത്. ബാക്കി അവിടെ എത്തിയിട്ടാകുമ്പോൾ അവിടെ എന്താണ് ഒക്കെ ഉള്ളതെന്ന് ഞാൻ പറയാം. അവിടെ സർപ്രൈസിങ് ആയിട്ട് ഏറ്റവും വെയിറ്റിംഗ് ആയിട്ടൊരു സാധനം കാത്തിരിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ലക്ഷദ്വീപിലേക്ക് വരാനുള്ളൊരു കാരണം കൂടി അതാണ്. ഇവിടുന്ന് എത്ര സമയമുണ്ട് ദ്വീപിലേക്ക്? അല്ല, അങ്ങനെയല്ല, എത്ര സമയമുണ്ട് ഇവിടുന്ന് അടുത്തേക്ക് ദ്വീപിൽ? അത് കാണുന്നതന്നെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദ്വീപ് കാണിച്ചതുപോലെ തന്നെ ഈ ദ്വീപിൻ്റെ എന്ന് പറഞ്ഞാൽ ആകെ ലെങ്ത്ത് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ കാണുന്നില്ല, ഇതായിപ്പോൾ ഈ വര പോലെ കാണില്ല, അതാണ് ദ്വീപ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞത് അത്ര വരെ ഒരു സൈഡുള്ളൂ, അപ്പുറത്ത് മറ്റേ സൈഡ്. ഇത്രയും അതിൻ്റെ ഒക്കെ ആകെയുള്ള ചുറ്റളവും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഈ കാണുന്നതാണ് അഗത്തി ദ്വീപ്. ഓക്കെ, അതാണ് നമുക്ക് ഇതാക്കേണ്ടത്. നമ്മൾ ഫോട്ടോ എടുത്തേക്കാണ് നമ്മൾ പോകുന്നത്, അവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ടത്. ഇവിടെ നമ്മൾ ബോട്ട് ജെട്ടിലേക്ക് ബോട്ട് അടുപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, താഴത്തേക്ക് വെള്ളത്തിലേക്ക് നോക്കിയാൽ മതി, അത് നല്ല ക്ലിയറുള്ള വെള്ളം. പക്ഷേ ഇവിടെ വെള്ളം മാത്രമല്ല, ഇതിൻ്റെ അടിയിൽ നിറച്ച് മീനുണ്ടായിരുന്നു. നോക്കിയാൽ ഇഷ്ടംപോലെ മീനിനെയും കാണുന്നുണ്ടായിരുന്നു. ഇത് മറ്റുള്ള ദ്വീപിനെ അപേക്ഷിച്ചിട്ട് നമ്മുടെ വെച്ചിട്ട് കുറച്ചും കൂടി അടുത്താണ് നമ്മുടെ ഷിപ്പ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ബോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഷിപ്പ് രാവിലെ തന്നെ കാണുന്നതാണത്. ഇത്ര ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഷിപ്പ് എത്തിയിട്ടുള്ളത്. അതിനുശേഷം ഇവിടെ നമുക്കിവിടെ എന്ന് വെച്ചാൽ ചെറിയ ഇതേപോലത്തെ മിനി വണ്ടി പോലത്തെ വണ്ടിയായിരുന്നു. അപ്പോൾ ഇതിൽ കുറച്ച് ആൾക്കാരായിട്ടാണ് നമ്മൾ ഇനിയിപ്പം അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. ഇവിടുന്ന് ഈ പാലം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടായിരുന്നു. ഈ കടലിലേക്ക് ഇങ്ങനെ കയറി നിന്നിട്ടുള്ള ഈ പാലം നമ്മൾ ബോട്ട് ഇറങ്ങിയിട്ട് വണ്ടിയിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ടുള്ള ലെങ്ത് കൂടുതലുണ്ട്. അത്യാവശ്യം നല്ല ദൂരം തന്നെ ഉണ്ടായിരുന്നു ആ പാലം, കടലിലേക്ക് ആ പാലം. അപ്പോൾ നേരെ ഇത് കഴിഞ്ഞിട്ട് നേരെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് കാണുന്നത് ഫുള്ള് തെങ്ങാണ്. തെങ്ങ് എന്ന് വെച്ചാൽ ഫുൾ സൈഡ് തെങ്ങ്, വേറെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. അതായത് എന്താ പറയുക, ഒരു കടൽ പ്രദേശത്തേക്ക് പോകുന്നില്ല, അങ്ങനെയുള്ളൊരു സംഭവം. പക്ഷേ എങ്ങനെയെന്ന് വെച്ചാൽ ഇവിടെ എത്തി കഴിഞ്ഞിട്ടാകുന്നുണ്ടല്ലോ നമുക്ക് പണ്ടത്തെ 10-20 വർഷം പുറകോട്ട് പോയോ ഞാൻ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. കാരണം ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊന്നും പിന്നെ റേഞ്ച് എന്ന് പറയുന്ന സാധനം ഫോണിന് ഒട്ടുമില്ല. ആകെ റേഞ്ച് കിട്ടുന്നത് ഇതിന് മാത്രമാണ്. അങ്ങനെ നമ്മൾ വണ്ടി കൊണ്ടിട്ട് ഇറക്കിയത് ഇത് എവിടെയാണ്. ഇവിടെ നിന്ന് കാണുന്നത് വെൽക്കം ടു അഗത്തി ദ്വീപ്. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ എന്താണ് വെൽക്കം ഡ്രിങ്ക് ഉണ്ടാവും. വെൽക്കം ഡ്രിങ്ക്
ബോട്ടിങ്ങിനായിട്ട് പോകാൻ പോകുന്നതാണ്. അപ്പോൾ ഗ്ലാസ് ബോട്ടിങ്ങിന് പോകുകയെന്ന് വെച്ചാൽ അത് നമ്മൾ പാക്കേജിൽ ഇൻക്ലൂഡ് ആണ്. ഓക്കെ, പിന്നെയുള്ള ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ സ്ക്യൂബ ഡൈവിങ്ങും പിന്നെ സ്നോർക്കലിംഗ്, പിന്നെ വേറെ എന്തോ 2 സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താ പറയുക, സ്ക്യൂബ ഡൈവിങ് ഇവിടെ ഇപ്പം ലക്ഷദ്വീപിൽ ഈ ദ്വീപിൽ മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്താണ് കാര്യങ്ങളെന്നൊക്കെ നമുക്ക് നോക്കാം. I can swim, I can swim. നമ്മൾ ഗ്ലാസ് ബോട്ടിന് പോകുന്ന ബോട്ടാണിത്. അപ്പോൾ ആക്ച്വലി എന്ന് വെച്ചാൽ ഈ ഒറ്റൊരു ബോട്ട് ഇപ്പോൾ അവിടെ ഉള്ളൂ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം ടൂറിസ്റ്റുകൾ വളരെ കുറവാണ്. ഇത് മറ്റേ ഇപ്പം പ്രസിഡന്റ് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് എല്ലാ ദ്വീപിലേക്കൊന്നും പോകാൻ പറ്റുന്നില്ല. റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട്. ടൂറിസ്റ്റുകളൊക്കെ ഇപ്പം ഈ സീസണിൽ നല്ല കുറവാണ്. അപ്പോൾ ആകെയുള്ളൊരു ബോട്ടാണ്. പിന്നെ നമ്മൾ കുറച്ച് ആൾക്കാർ പോകും, പിന്നെ തിരിച്ച് വരും, പിന്നെ അടുത്ത ആൾക്കാരെ കൊണ്ടുപോകും. അങ്ങനെയാണ് ഉണ്ടായത്. ഇതുണ്ടോ, ഒരു കടലിൽ തന്നെ 2 കളർ, ഇതിൻ്റെ അടിയിലൂടെ ഫിംഗർ കോറൽസ് എന്നായിട്ട് പറഞ്ഞാൽ അങ്ങനെ എന്തോ പറഞ്ഞ സാധനമാണ്. നമ്മൾ ബോട്ട് കുറച്ച് ദൂരത്തേക്ക് വന്നേരം കടലിൻ്റെ അടിയിൽ ഇത് കാണുന്നില്ല. ഇങ്ങനെ ഇത് എന്താ പറയുക, മറ്റേ പവിഴപ്പുറ്റ് എന്ന് പറയുന്ന പോലത്തെ സാധനങ്ങൾ ഉണ്ടാവില്ല ഇതിൻ്റെ കടലിൻ്റെ അടിയിലുള്ള. അങ്ങനെയുള്ള ഇവിടെയൊക്കെയാണ് മീനും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവുക ഇതിൻ്റെ ഏരിയയിൽ. അപ്പോൾ അത് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അടിയിലുള്ളത് കൊണ്ടാണ് ഇവിടെ എന്താ ഈ കളർ മാറ്റം ഇങ്ങനെ മുകളിൽ കാണുന്നത്. മുകളിൽ അത് താഴത്തുള്ളത് കൊണ്ട് അത്രയും ക്രിസ്റ്റലായിട്ടുള്ള വെള്ളമായതുകൊണ്ട് എന്ത് ചെയ്യുന്നു, മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ തോന്നുന്നത്. അല്ലാണ്ട് വെള്ളം ഒരിക്കലും മലിനായിട്ടല്ല ഉള്ളത്. അപ്പോൾ അത് കഴിഞ്ഞാൽ ആ ഒരു സംഭവം കഴിഞ്ഞപാട് പിന്നെ വെള്ളം സാധാരണ പോലെ പച്ച കളറായിട്ട് പിന്നെ അടിയിൽ കാണാൻ. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ നിങ്ങൾ കാണുക. ഈ സാധനമാണ് അത് ഇതേപോലത്തെ ഇഷ്ടം പോലെ ഉള്ളത് ഉണ്ടായതുകൊണ്ടാണ് ആ സമയത്ത് മുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, നമ്മൾ നോക്കുമ്പോൾ വെള്ളത്തിൻ്റെ കളറും മാറിയിട്ട് കാണുന്നത്. ഇതിൻ്റെ കുറച്ചുകൂടി കട്ടിയുള്ള ഇതായിരുന്നു ആ സ്ഥലത്ത് ഉണ്ടായത്. അപ്പോൾ ഇത് നമ്മൾ ഗ്ലാസ് ബോട്ടിലോട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ താഴത്തേക്ക് ഇങ്ങനെ ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ ഇതിലോട്ട് പല മീനുകൾ പോകുന്നതും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഐലൻഡിന് ചുറ്റും എന്ന് വെച്ചാൽ നല്ല വലിയൊരു പാറേനൊക്കെ അതിൽ കെട്ടിയ പോലെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അവിടെ തട്ടിയിട്ട്, അതായത് കടലിൽ ആഴക്കടലിലെ തിര അവിടെ തട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നതുകൊണ്ട് ഇവിടെ തിരയായിട്ട് വലിയ തിരയായിട്ട് അടിക്കത്തില്ല. അതുകൊണ്ടാണ് ഐലൻഡൊക്കെ നിലനിൽക്കുന്നതെന്നാണ് ഇവർ പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾക്ക് കിട്ടലുണ്ടോ? അപ്പൊ ഇതിന് പറയുന്ന സാധനം പിന്നെ ഞാൻ ബോട്ടിൽ നിന്ന് ഓരോരോ പൊട്ടത്തരം ചോദിക്കുന്നുണ്ട്. എനിക്ക് അറിയാത്ത കാര്യങ്ങളെല്ലാം ഞാനിങ്ങനെ ഒരു മടിയില്ലാണ്ട് ഇവന്മാർ മുമ്പ് ഇങ്ങനെ പൊട്ടത്തരാണെങ്കിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരത് അറിയുന്ന ആൾക്കാർ ഓരോരുത്തരായിട്ട് എനിക്ക് മറുപടി പറഞ്ഞിരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇത് നമുക്ക് ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റുമോ? അവന് ഇതിങ്ങനെ കണ്ട നല്ല സ്റ്റൈലിലോട് ഞാൻ പൊട്ടിച്ചെടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് വെച്ചാൽ പറഞ്ഞാൽ പൊട്ടിച്ചെടുക്കാം. പക്ഷേ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ചത്തുവോ, കാരണം ഇത് ജീവനുള്ള സാധനമാണല്ലോ. അത് ചത്തുവോ എന്ന് പറഞ്ഞാൽ ഇത് ഈ കോറൽസ് ഈ കാണുന്ന സാധനങ്ങൾ. അപ്പം ഇത് ചത്തുവോ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഒരു ശാഖകൾ പോലെ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ പക്ഷേ എങ്കിൽ ഇത് ചത്തുവോ എന്ന് മാത്രമല്ല, അന്നേരം ഇതിൻ്റെ സ്മെല്ല് വരുമ്പോൾ അത് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്ര ബേഡ് സ്മെല്ലായിരിക്കും പോലും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഞാൻ ആ കാര്യം അവിടെ വിട്ട് കളഞ്ഞ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലോട്ട് ഇങ്ങനെ മീൻ പോകുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല, അതിൽ ക്ലിയർ ആവുന്നില്ല. പല കളറിലുള്ള മീൻ ഉണ്ടായിരുന്നു. ഈ പോകുന്ന കണ്ടോ, ഇത് ഇവിടെ ഇഷ്ടം പോലെ ആമകളുണ്ട്. ആമകൾ എന്ന് പറഞ്ഞാൽ ഈ വലിയ വലിപ്പമുള്ള ആമകൾ. അതിപ്പം വെള്ളത്തിനായതുകൊണ്ട് ഭയങ്കര തിരിയായിട്ടാണ് എന്താ പറയുക, അങ്ങോട്ടേക്കൊക്കെ വീഡിയോയിൽ എടുക്കാൻ പറ്റാത്തൊക്കെ ഉണ്ടായിരുന്നു. വലിയ ആമകളൊക്കെ ഉണ്ടായിരുന്നു. ഇവരോട് ചോദിച്ചാൽ പറഞ്ഞ ഇവർ 50-60 ഒക്കെ വർഷമായതാണ് അന്നേരം കണ്ട ഇവർ പറയുന്നതാണ്. ഗ്ലാസ് ബോട്ടിങ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പിന്നെയും തീരത്തേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ഗ്ലാസ് ബോട്ട് കഴിഞ്ഞിട്ട് നേരെ എന്ത് ചെയ്ത് നമ്മളിവിടുന്ന് ഗ്ലാസ് ബോട്ട് കഴിഞ്ഞിട്ട് വന്നു. ഗ്ലാസ് ബോട്ട് റൈഡായിരുന്നു അത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നു. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ ഇങ്ങനെ മീൻ, പലതരത്തിലുള്ള മീനും പവിഴപ്പുറ്റിൻ്റെ ഇതും കാര്യങ്ങളൊക്കെ അടിയിൽ നിന്ന് കാണാൻ പറ്റും. ഞാൻ എല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, അത് ക്ലിയർ ആവുന്നില്ല, അതുകൊണ്ടാണ് ഷൂട്ട് ചെയ്യാണ്ട് തന്നെ. പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ വലിയ ആമകൾ മെയിനായിട്ട് പറഞ്ഞാൽ വലിയ ആമകൾ കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. വലിയ ആമകൾ അത് ശരിക്കും ഇങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് അതിൻ്റെ ഒരു അനുഭവം. നല്ല രസമായിരുന്നു അത്. പണ്ട് ഏറ്റവും വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മണാലി പോയിട്ടാണെന്ന് പറയാൻ പാരാഗ്ലൈഡിങ് ചെയ്യണം എന്നുള്ളത്. അതായത് അതിന് ഏറ്റവും വലുതായിരുന്നു. അപ്പോൾ അതങ്ങനെ ചെയ്ത് സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തതാണ് ആകാശം വിട്ട് കഴിഞ്ഞാൽ സ്ക്യൂബ ഡൈവിങ് എന്നുള്ളത്. അങ്ങനെ സ്ക്യൂബ ഡൈവിങ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ട് വന്നു. അപ്പോൾ അതിന് പോകുന്നതിന് മുന്നേ ഇവരിവിടുന്ന് നമുക്ക് എന്ത് ചെയ്ത് കോച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. നമ്മൾ എന്തൊക്കെ സിഗ്നൽ കാണിക്കണം, എങ്ങനെയൊക്കെ കാണിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ട്രെയിനിങ് ആയിട്ട് അവിടുന്ന് പറഞ്ഞുതരും. അതിന് ശേഷമാണ് നമ്മളെയും കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, ബോട്ടിലേക്ക് ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ നമ്മളെ കൂടെ ഇവർ എന്താ പറയുക എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ കണ്ടില്ല, ഒരു 5-6 ആൾക്കാർ നമ്മൾ കൂടി ഉണ്ടാകും. അങ്ങനെ ഓരോ ആൾക്കാരെ കുറച്ച് സമയം കൊണ്ടുപോയിട്ട് താഴത്തേക്ക് വലിച്ചു കൂട്ടി ഈ സിലിണ്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളെയും വലിച്ചിട്ട് അവർ താഴത്തേക്ക് പോവുകയാണ് ചെയ്യുക.
ഓക്കെ, അതാണ് സ്ക്യൂബ ഡൈവിങ്ങിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞത്. ഇവിടെ എന്ന് വെച്ചാൽ ഭയങ്കര കോമഡിയാണ്. നമ്മളിപ്പം ഇവരാദ്യം ഇവിടുത്തെ ഇതൊക്കെ ചെക്ക് ചെയ്ത് ഇവിടെ എന്താ വ്യൂ കാണാനും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് തന്നെ കടലിലേക്ക് തുള്ളിയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ക്യൂബ ഡൈവിങ്ങിന് പോകുന്ന സമയത്ത് നമുക്ക് അതൊരു ഐ ഗ്ലാസ് തരും. അപ്പോൾ അതെന്ന് വെച്ചാൽ ഞാൻ വെച്ച് വെറും ഗ്ലാസ് മാത്രമേ ഉള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ മൂക്കടക്കം അടഞ്ഞിട്ടുള്ളൊരു ഗ്ലാസ്സാണ്, വെള്ളം കയറാണ്ട് കണ്ടിട്ട്. അവർ പറഞ്ഞ് തുള്ളണ്ടെന്നുള്ള, ഞാൻ നേരെ ബോട്ടിലേക്ക് എടുത്ത് തുള്ളി കടലിലേക്ക്. എന്നിട്ട് എനിക്കിത് ശ്വാസം കിട്ടുന്നില്ല, ഒന്നുമില്ലാണ്ട്. ഈ സിലിണ്ടർ വെക്കുന്നതിന് മുന്നേ ആയിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഈ ഗ്ലാസ് എടുത്തിട്ട് ചാടി ചങ്ങാതിൻ്റെ മേക്ക് തട്ടി. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിച്ച്, കാരണം ശ്വാസം കൊണ്ട് ആകെ പേടിയായി ഉള്ളിൽ. സത്യം പറഞ്ഞാൽ വെറുതെ തള്ളിയിട്ട് കാര്യമില്ലായിരുന്നു. എന്നിട്ട് ഇത് ചെയ്യണമെന്ന് അത്രയും ആഗ്രഹമുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോകുന്നില്ല എന്നുള്ളൊരു കൺസെപ്റ്റിൽ നിന്നേ. പിന്നെ ഈ ചങ്ങ എനിക്ക് അത്രയും ധൈര്യം തന്നാണ് കുറച്ചും കൂടി ബ്രീത്തിങ്ങിൻ്റെ ഒക്കെ എക്സസൈസ് പ്രാക്ടീസ് ചെയ്ത് തന്നതിന് ശേഷമാണ് ഞാൻ ഇറങ്ങിയത്. പോയി കണ്ടതെന്ന് വെച്ചാൽ അത്രയും അടിപൊളിയായിട്ടുള്ള കാഴ്ചയാണ്. അത് പോയില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മിസ്സിങ് ആണ്. അത് കണ്ടു കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഫുഡ് കഴിക്കേണ്ട ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ ഫുഡ് കാര്യങ്ങൾ കഴിച്ചതിന് ശേഷം പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ പറഞ്ഞു, ഞാൻ കുറച്ച് ആൾക്കാരെ നമ്മൾ ഷിപ്പിൽ നിന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്, കുറച്ച് മാഷന്മാരാണ്. ഒരു എക്സാമിന് വേണ്ടി ദ്വീപിലേക്ക് വരുന്നതാണ്. അപ്പോൾ അവരവിടെ ബൈക്ക് അവിടെ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ അവരെ കൂടെ നൈസായിട്ട് എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, ഇവരവിടെ വെറുതെ നിൽക്കുന്ന സമയം, നമ്മുടെ ടീം വെറുതെ നിൽക്കുന്ന സമയം ഞാൻ മെല്ലെ സ്കൂട്ടായിട്ട് അവരെ കൂടെ ബൈക്കിൽ കയറിയിട്ട് ദ്വീപ് മുഴുവൻ കാണാമെന്നുള്ളൊരു സ്കീമിലേക്ക് ഇറങ്ങി. ബാക്കി നമ്മളിവിടെ വന്ന ആൾക്കാരെല്ലാം അവിടെ പോസ്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഇതിപ്പോ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇപ്പൊ ഇരുന്ന സ്ഥലത്തായി ചെല്ലുന്നത്. ഈ ഒരു കറക്കം ഇത്ര ഉള്ളത് മറ്റേ കല്ലല്ലേ. ഈ മാഷിലോട്ട് സത്യം പറഞ്ഞാൽ ഞാൻ അകത്തി ദ്വീപിലെ എല്ലാ സൈഡും ഒരു ഇതെല്ലാം ആ ബൈക്കിൽ പോയിട്ട് അത്രയേ ഉള്ളൂ. അത് ഫുള്ള് പോയിട്ട് രണ്ടാൾക്ക് വീട്ടിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നെ. കാരണം മുമ്പ് അതിന് മുന്നേ കുറച്ച് മുമ്പേ എല്ലാം കൂടി കറങ്ങിയിട്ട് വന്നിട്ട് നിൽക്കുന്നതാണ്. ഞാൻ ഒന്ന് രണ്ട് ഇവിടുന്ന് അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് കേട്ടാന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ വിട്ടോ അവിടെ എപ്പോഴേലും കാണാണ്ടായി പോകുന്നില്ല. അവിടെ റോഡിൽ നിന്നുള്ള ഇച്ചിരി അപ്പുറം ഒരു റോഡുണ്ട്. നമ്മളിവിടെ വന്നിട്ട് ജീവിക്കുന്ന ആലോചിച്ച് നോക്കിയാൽ ആകെ 7 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ. ഞാൻ വന്ന വഴി തന്നെയായിരിക്കും. അവിടുന്ന് മറ്റേത് വഴി തൊട്ടപ്പുറം കൂടി ബ്ലോക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പുറത്തോടി. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഏതോ ഒരു ഷിപ്പ് എന്താ പറയുക കരക്കേക്ക് കയറ്റി വെച്ചിട്ടെല്ലാം ഫുള്ള് ദ്രവിച്ച് പോയ അതിൻ്റെ അവശിഷ്ടങ്ങൾ പോലെ ഇങ്ങനെ കാണുന്ന ഒരിതാണ്. അപ്പോൾ അത് കണ്ടിട്ട് ഇങ്ങനെ വന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സ്ക്യൂബ ഡൈവിങ് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ സ്ക്യൂബ ഡൈവിങ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം. അത് അത്ര സമയത്തേക്ക് നല്ല വീഡിയോ എടുത്താൽ 1 മിനിറ്റ് 1.5 മിനിറ്റ് വീഡിയോ എടുത്തുള്ളൂ. ബാക്കി ഒരു കുറച്ച് സമയം കൂടി കിട്ടും. നമുക്കൊരു 10-15 മിനിറ്റോളം ഉണ്ടാവും. ടോട്ടൽ 1 മണിക്കൂറാണ്. അതിൽ 3/4 മണിക്കൂർ കാര്യങ്ങൾ പറഞ്ഞു തന്ന് നമ്മളെ ബോട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നെ വെള്ളത്തിൻ്റെ അണ്ടറിൽ ഏകദേശം ഒരു 1/4 മണിക്കൂറോളമായിട്ടാണ് വെള്ളത്തിൻ്റെ അണ്ടറിൽ ഉണ്ടാവുക. അപ്പോൾ അതിന് 3000 റുപ്യ നമ്മൾ കൊടുക്കണം. 3000 റുപ്യ എക്സ്ട്രാ വരുന്ന ചാർജാണ് അത്. അപ്പോൾ ഞാൻ എൻ്റെ ബേക്കറി കണ്ടൊരു ഷിപ്പ് ഞാനിവിടെ ഇത് ദ്വീപ് ഏതെങ്കിലും അകത്തില്ലേ. അപ്പോൾ നമ്മൾ അഗത്തി ബീച്ചിൽ എത്തിയിട്ടെന്ന് പറഞ്ഞില്ല. അഗത്തി ബീച്ചിൽ സ്ക്യൂബ ഡൈവിങ് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഫോക്ക് ഡാൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനെന്ന് വെച്ചാൽ നമ്മളെ കൂടെ ഷിപ്പിൽ കുറച്ച് മാഷന്മാരുണ്ടായിരുന്നു എക്സാം ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ അതിലൊരാളെ പരിചയപ്പെട്ടിട്ട് അവരിപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അവർ വണ്ടി വാടകയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, ബൈക്ക്. അപ്പോൾ അതിലാണ് ഇങ്ങനെ ഞാൻ ഈ അഗത്തി ഏകദേശം ഒരു 8 കിലോമീറ്റർ ആണുള്ളത്. അതിങ്ങനെ ചുറ്റി കിടക്കുന്നതാണ്. അപ്പോൾ മാഷെ ഞാൻ കാണിച്ചത്. ആ മാഷാണ് എന്നെ ഇപ്പോൾ ഈ സ്ഥലം മൊത്തം കാണിച്ചത്. മാഷെ ഒന്ന് പരിചയപ്പെടുവോ? മാഷ പേരെന്താ പറഞ്ഞത്? എൻ്റെ പേര് വിജയ്. വിജയ്. സ്ഥലം ഇടുക്കിയാണ്, ചെമ്പകപ്പാറ. അവര് അപ്പോൾ കൈറ്റിന്റെ എക്സാം നടത്താൻ വേണ്ടി സ്കൂളിലെ എക്സാം നടത്താൻ വേണ്ടി വന്നിരിക്കുന്നത്. 5 മാഷന്മാരും ഒരു ടീച്ചറല്ലേ? ടീച്ചർ. അപ്പോൾ 5 അപ്പോൾ അവരൊക്കെ എല്ലാവരും പരിചയപ്പെട്ടാണ്. അപ്പോൾ ഇവരൊക്കെ എന്ന് വെച്ചാൽ ഫുൾ ഇങ്ങനെ കറങ്ങേണ്ട മൂഡിലാണ് ഉള്ളത്. എക്സാം ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് ഇവർ ഇവിടുന്ന് ബാക്കിയുള്ള ടൈം കറങ്ങുവാണ്. അപ്പോൾ ഇവരെന്ന് വെച്ചാൽ നമ്മൾ ട്രാവലിംഗ് ഒരേ മൂഡുള്ളത്. അപ്പോൾ ഇവരെ കൂടെ ഞാനിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വന്ന്. അതുകൊണ്ട് ഈ അകത്തി ഫുള്ള് കാണാം. നമ്മൾ പാക്കേജിലാണെന്നില്ല. പാക്കേജിൽ എന്ന് വെച്ചാൽ അകത്തിലുള്ള സ്കൂബ ഡൈവിങ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മളായിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ നിന്ന് ഇത് കണ്ണ് വെട്ടിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഇറങ്ങി വന്നതാണ്. ഇതുപോലെ തന്നെ പാർക്ക് നമുക്ക് അടുക്കൂടെ ഒരെണ്ണമുണ്ട്. കുറെ നേരം പകുതിക്ക് വന്നിട്ട് അങ്ങോട്ട് ചാടിയിട്ടാണ് വട്ടം കറങ്ങി വന്നത്. അത് വീണ്ടും നടുക്ക് വന്ന് കാലം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറി, ഈ റോഡിലോട്ട് കയറി. ഇങ്ങനെ 3 വഴി ഇങ്ങനെ പാർക്ക് കിടക്കും. എല്ലാം ഒരേ സാധനം. ഒപ്പറുണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മറ്റേ മീൻ ഇതുപോലെ ഉണക്കിയിട്ടിരിക്കുന്ന ഇവിടുത്തെ ലുക്കാണ്. ഒരു ഫോട്ടോ എടുത്താൽ മുഖ്യ സാധനമാണ്. എന്നെ കുറെ കിടപ്പുണ്ട്. നല്ല അടിപൊളിയായിരുന്നു. നല്ല മീനെ ഇങ്ങനെ മുറിച്ച് ഞാത്തിയിട്ടിരിക്കുന്ന സീനുണ്ട്. അവിടെ എല്ലാം ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഫ്രീ എൻട്രി ആയിരിക്കും അല്ലേ? പൈസ ഒന്നും വേണ്ട. വേണ്ട.
എന്താ മിസ്സിങ്ങോ? പെട്രോൾ തീർന്നതായിരിക്കും. പെട്രോൾ തീർന്നതായിരിക്കും. കാരണം ഇത് ഫുൾ ടൈം ഇങ്ങനെ നിൽക്കുമല്ലേ മൂത്ത്. അത് ശരിയല്ലേ. യൂണിറ്റിന്റെ തിരിപ്പുണ്ട്. അവിടെ 150 രൂപയാണ്. ഇവിടെ ഓരോ ദ്വീപിൽ ഇങ്ങനെ പഞ്ചായത്ത് ക്യാൻറ്റീൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പഞ്ചായത്ത് ഹോട്ടൽ. അപ്പോൾ ഇത് ഇവിടുത്തെ പഞ്ചായത്ത് ഹോട്ടലാണ്. ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് വൈകുന്നേരം നമുക്ക് അവിടെ നിന്ന് എന്ന് പറയാം ഒരു ചായ ഒരു കടി എന്തോ ഉണ്ട്. ഒരു കടി മാത്രമേ തരുള്ളൂ, എന്തോ ഒരു ബോണ്ട് സുഖിയം പോലത്തെ എനക്കത് നിന്നിരുന്ന് വിശപ്പ് പറഞ്ഞു. എന്തോ ഇവിടുത്തെ എന്താ സ്പെഷ്യൽ എന്നുള്ളത് നോക്കാണ്ടിട്ട് ഇങ്ങോട്ടേക്ക് പുള്ളിയോടെ കാണിച്ചത് നോക്കണേ ചൊക്ക എൻ്റെ അമ്മ ഞാനത് കഴിച്ചിട്ടില്ല. പിന്നെ ഇവിടെ പോയത് ഒരു മ്യൂസിയത്തിലേക്കാണ്, ഒരു പഴയ മ്യൂസിയം. ഇവിടെ വലിയ കാര്യമായിട്ടൊന്നും ഒന്നുമില്ല, എന്തോ ഒരു രണ്ടു പണ്ട് ശിലായുഗത്തിലെ കല്ലുണ്ടായിരുന്നു. ചേട്ടാ മീന കിട്ടുവാ? മീന പോകുന്ന വഴിക്ക് മീനില്ലേ? നീ ഫസ്റ്റ് എവിടെ വരണ്ടേ? ഫസ്റ്റ് എവിടെയാ കയറണ്ടേ? അപ്പൊ അവിടെയൊന്നുമില്ല. ഇതവിടെയുള്ളൊരു അക്വേറിയമാണ്. അപ്പോൾ ഇവിടെ കുറേ പലതരത്തിലുള്ള മീനുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പുറത്തേക്കുള്ള. അപ്പോൾ പലതരത്തിലുള്ള മീൻ കാര്യങ്ങളുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് പോയാലും പിന്നെ കണ്ടെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇത് തെരണ്ടി ഉണക്ക് തെരണ്ടിയില്ലേ, അതാണ്. അതിങ്ങനെ ഇവരിങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കെട്ടിയിട്ടിട്ട് ഉണക്കാനിട്ടിട്ടുണ്ട് ഇതേപോലെ. അപ്പോൾ അവിടെ നമുക്ക് ചൂരയാണ് അവിടെ മെയിൻ ഫേമസ് ആയിട്ടുള്ള. ഉണക്കി ഇതുപോലത്തെ ചൂര കെട്ടിയത് അത് നമ്മൾ പച്ചക്ക് തിന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒന്നും കഴിക്കണം അവർ പറഞ്ഞാൽ അങ്ങനെ കഴിച്ചോന്നുണ്ട്, അവരിങ്ങനെ കഴിക്കുന്ന കാണിച്ചതാണ്. ആദ്യം ഒരു മടി ഉണ്ടായിരുന്നു, പിന്നെ ഞാനത് പച്ചക്ക് തിന്നിട്ടുണ്ടായിരുന്നു, ചൂര ഉണക്കിയതേ. പിന്നെ നമ്മൾ ഷിപ്പിൽ നിന്ന് വെച്ചപ്പെട്ട 2 പിള്ളേരുണ്ട്. അപ്പോൾ അവരൊക്കെ എന്ന് വെച്ചാൽ IT വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർ 2 ആൾക്കാരെ കൂടിയിട്ട് സ്വന്തമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്, വേറെ പാക്കേജും കാര്യങ്ങളൊന്നും എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ അവർ സ്റ്റേ ചെയ്യുന്നത് അഗത്തിയിലാണ്. അഗത്തിയിൽ ഇവർ അതാണ് ഈ 2 പിള്ളേർ. അപ്പോൾ എന്താ പറയുക, ഇവർ സ്വന്തമായിട്ട് ഇവിടുന്ന് വണ്ടി റെൻറ്റിനെടുത്ത് ഇവർ ഇനി ഫുള്ളായിട്ട് ഇവിടെയാണ് നിൽക്കുക. ഇവിടെ നിന്നിട്ട് ഇവിടെ ഒരു 3-4 ദിവസം ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഓരോ ദ്വീപിലേക്ക് ബോട്ടിലേക്ക് പോകാൻ പറ്റില്ല. അതാണ് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യേണ്ടിയിട്ട് വന്ന 2 ആൾക്കാരാണ് അവർ. അപ്പോൾ ഇതിങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്താ പറയുക, നമ്മുടെ കപ്പലും ഹെലികോപ്റ്റർ ഇവിടെ അഗത്തിയിലെന്ന് വെച്ചാൽ അഗത്തിയിൽ മാത്രമാണ് എന്തുള്ളത്, ഒരു എയർപോർട്ടുള്ളത് ഈ ദ്വീപിലെ അഗത്തിയിൽ. അപ്പോൾ എല്ലാ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ അഗത്തിയിലേക്ക് ലക്ഷദ്വീപിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ഇറങ്ങുക. അപ്പോൾ ഇതിങ്ങനെ പോകുന്ന സമയത്ത് ഇത് കാണുന്നതൊക്കെ റിസോർട്ടാണ്. ഈ റിസോർട്ടിലൊക്കെ നിൽക്കണമെങ്കിൽ ഒരു ദിവസം 5,000 രൂപ 6,000 രൂപയായിട്ടാണ് പറയുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ പാക്കേജിൽ ഉള്ള നമ്മളിപ്പോൾ ബോട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞില്ല ഇതേപോലത്തെ മിനി വണ്ടിയിലാണ് നമ്മൾ എന്ത് ചെയ്തത് ബോട്ട് ജെട്ടിയിലേക്ക് പോകുക. അതിന് മുമ്പേ ഇങ്ങനെ നമ്മളെയും കൂട്ടിയിട്ട് ഇവിടെയുള്ള കാണാൻ പോകുന്ന കുറച്ച് ഞാൻ പറഞ്ഞ ഒരു അക്വേറിയം. പിന്നെ ഇനി പോകുന്നതെന്ന് വെച്ചാൽ എയർപോർട്ട്. ഇതാണ് എയർപോർട്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും? നമുക്കില്ലല്ലോ. അപ്പോൾ ഇതാണ് ഈ ലക്ഷദ്വീപിലെ എയർപോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രസിഡന്റ് ഇപ്പം വന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ, ബംഗാരം എന്ന് പറയും. ഇന്നല്ല, 2 ദിവസം മുമ്പ്. ഓക്കെ, അപ്പോൾ ഇപ്പം ബംഗാരത്താണ് പ്രസിഡന്റ് ഉള്ളത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഹെലികോപ്റ്ററിലാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് ബംഗാരത്തിലേക്ക് ഇവിടുന്ന് ഇപ്പോൾ ആരും വിടുന്നില്ല. ഇതാണ് അതിൻ്റെ റൺവേ. ഇവിടെ ഇങ്ങനെ എന്താ പറയുക നെറ്റ് പോലെ കെട്ടിയിട്ടേ ഉള്ളൂ. ഇവിടെ ഇപ്പം പ്ലെയിനോ ഹെലികോപ്റ്ററോ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഇവിടുന്ന് കാണാൻ പറ്റും. പക്ഷെ ദൈവം സഹായിച്ച് ഒന്നും വരുന്നില്ല. അതാണ് നമ്മളെ ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പുറം കടലും. ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നുണ്ട് ഇതൊന്നും ഈ ഹെലികോപ്റ്റർ വർക്കുന്ന ഇവനിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സംഭവം ഒന്നുമല്ല. കാരണം ഇതൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോണ്ടല്ലോ അതിൻ്റെ വ്യൂ ഉണ്ട്. നിങ്ങൾ നല്ല രസമുണ്ട്. താഴത്ത് കടൽ, മുകളിൽ ഇത് പറക്കുന്നത്, ഹെലികോപ്റ്റർ പറക്കുന്നത് നല്ല രസമില്ല കാണാൻ. പിന്നെ ചുറ്റും മരങ്ങൾ, അങ്ങനെയുള്ളൊരു വ്യൂ ആണത്. ഇതെന്ന് പറയുന്നത് അവിടെ നമ്മൾക്ക് ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് അഗത്തി ഐലൻഡ് എന്ന് പറഞ്ഞില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ചെറിയൊരു ബീച്ച് പോലെ ഇങ്ങനെ എന്താ പറയുക ഒരു കഫ്തീരിയെല്ലാം പോലെ ആക്കിയിട്ട് ഇവരിങ്ങനെ സെറ്റാക്കിയിട്ടുണ്ടാവും ഓരോരോ വ്യൂ ഉള്ളെടുക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലമാണ് ഇത്. അപ്പോൾ ഈ കാണുന്ന 2 ആൾക്കാരെ കണ്ടെങ്കിൽ ഈ കാണുന്ന 2 ആൾക്കാരാണ് നേരത്തെ തന്നെ സ്ക്യൂബ ഡൈവിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുപോയ ഒരു ചങ്ങായി. ഞാൻ ഗ്ലാസ് എടുത്തിട്ട് മുകളിലേക്ക് എറിഞ്ഞിട്ടില്ലേ, അത് ആ ചങ്ങായിൻ്റെ നെറ്റിക്ക ഉണ്ട്. അപ്പോൾ നല്ല വേനെടുത്തിനെന്ന് തോന്നുന്നു. പക്ഷെ മൂപ്പറായോണ്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എവിടാ?
ഇതതുപോലത്തെ വേറൊരു ബീച്ചാണ്. കുറച്ച് ഇങ്ങോട്ടേക്ക് വന്നിട്ടാണ് വേറൊരു ബീച്ച് സൈഡാണ്. അവിടുത്തെ വ്യൂ ആണിത്. ഇത് കുറച്ചും കൂടി മുന്നോട്ടേക്ക് വന്നിട്ടാകും വേറെ ഒരു ബീച്ചിൻ്റെ ഒരു വ്യൂ. ഇങ്ങനെ അതിനൊരു വേറൊരു പേരിട്ടിട്ട് വേറൊരു ബീച്ചാക്കി. ഇത് കണ്ടോ, പക്ഷേ അങ്ങനെ ചെറിയൊരു സ്പേസാണ്. പക്ഷേങ്കിൽ ഓരോരുത്തർക്ക് പോകുമ്പോൾ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. നമുക്കെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ പോയിട്ട് സത്യം പറഞ്ഞാൽ ഒരു വൃത്തിയില്ല, എവിടെയെങ്കിലും എന്തെങ്കിലും പോയിരിക്കുന്ന പോലെ. പക്ഷേ ഇവിടെയാണെങ്കിൽ നമുക്ക് ഇരുന്നിട്ട് കടൽ നോക്കിയിരിക്കാൻ നല്ലൊരു രസമായിരിക്കും. ഇവിടെ ഫുള്ള് എന്താ പറയുക സ്ത്രീകളാട്ടോ, ഒരുവിധം ഒക്കെ സ്ത്രീകൾ തന്നെ ഇങ്ങനെ ഫുഡ് കഴിക്കേണ്ടി. ഇവിടെ ഒരു ക്യാൻറ്റീൻ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു ചെറുത്. അപ്പോൾ ക്യാൻറ്റീൻ എന്ന് പറയാൻ കാരണം വെച്ചാൽ കണ്ടില്ല, ആ ഒരു പഴയൊരു ബിൽഡിങ്ങിൽ സെറ്റപ്പ്, ഒരു പഴയ വീട് പോലത്തെ അവിടെ നിന്ന് സെറ്റപ്പ്, അവിടെ നിന്ന് ഫുഡ് ആക്കിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ ഫുള്ള് ലേഡീസാണ്. അവിടെ ആ ഏരിയയിലുള്ള ടൂറിസ്റ്റുകളൊന്നും എല്ലാം തോന്നുന്നു. അവിടെയുള്ള ലോക്കൽസ് ആയിട്ടുള്ള സ്ത്രീകളും കുട്ടികളും. അപ്പോൾ അവരൊക്കെ വൈകുന്നേരം വന്നിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഇതൊക്കെ കണ്ടോ, നമുക്ക് നല്ല വെഡ്ഡിങ് ഷൂട്ടൊക്കെ ചെയ്യേണ്ട നല്ല പറ്റിയൊരു സ്പേസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ നേരത്തെ മീര കിട്ടുമോ എന്ന് ചോദിച്ചില്ല. അതായത് ഇവിടെ ദ്വീപിൽ വന്നിട്ടാകുമ്പം നമുക്ക് മിനിക്കോയിന്ന് മിസ്സായൊരു സാധനമാണ്. മീര എന്ന് പറഞ്ഞാൽ തെങ്ങിൽ നിന്ന് ചെത്തിയെടുക്കുന്ന ഒരു സാധനമാണ്. തെങ്ങിൽ ചെത്തിയെടുക്കുന്ന വെച്ചാൽ കള്ളാവേണ്ടെങ്കിൽ കുറച്ചും കൂടി വീര്യമാണ്. ഇത് അവിടെ നിന്ന് പ്യുവറായിട്ട് വൈകുന്നേരം രാവിലെ ചെത്തിയെടുക്കും. അപ്പോൾ നമുക്കത് കിട്ടിയിട്ടേ ഇല്ല. മിനിക്കോയിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ അടുത്ത ദ്വീപിൽ വന്നിട്ടാകുമ്പോൾ ഇവിടെയാണ് പിന്നെ ഉണ്ടാകുന്ന സ്ഥലം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ നിന്ന് കുറേ പരതി പിടിച്ച് വേറെ നമ്മളെ കൂടെയുള്ള എല്ലാവർക്കും കഴിക്കണമെന്നുണ്ടായിരുന്നു. അവർക്ക് ആരും കിട്ടില്ല. നമ്മളെ ഡ്രൈവർ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് നമ്മളെ കൂട്ടിയിട്ടൊരു സ്ഥലത്തേക്ക് പോയി നോക്കുമ്പോൾ അവിടെ നിന്ന് അവർ എടുക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. അങ്ങനെ എടുക്കുന്ന ഫസ്റ്റ് ചെത്തിയിട്ട് ഡയറക്റ്റ് എടുത്തിട്ട് താഴത്തേക്ക് വരുന്നതാണ്. അത് എന്താ പറയുക, അത് കിട്ടുമെന്ന് ഞാൻ അത്രയും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ആ സാധനം കിട്ടുമെന്ന് പറയുന്നത്. കാരണം കള്ളല്ല ഇവിടെ കള്ള് കാര്യങ്ങളൊന്നും അല്ല ഇവിടെ അല്ലല്ലോ. പക്ഷേ ഇത് കുറച്ച് ദിവസം കൂടി വെച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ എന്താവും, കള്ളാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്പെഷ്യൽ ഡ്രിങ്കാണ്. ഡയറക്റ്റ് ഇവിടെ ഇഷ്ടംപോലെ തെങ്ങുണ്ടല്ലോ, ഡയറക്റ്റ് തെങ്ങിന്ന് ചെത്തി എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നൊരു സാധനമാണ്. തെങ്ങിൻ്റെ ശരിയായ ജ്യൂസ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും പ്യൂർ, അത്രയും നല്ല മധുരമായിട്ട് ഒരു പൊളി സാധനമാണ്. കുടിക്കണം. പക്ഷെ മീര നമ്മളിവിടുന്ന് ഡയറക്റ്റായിട്ട് കുടിക്കുന്നതാണ്. ഇപ്പോൾ ഈ ചേട്ടൻ ചെത്തിക്കൊണ്ടുവന്ന സാധനം മീര എന്ന് പറയുന്നത് ഡയറക്റ്റ് കള്ളല്ല, ഡയറക്റ്റ് തെങ്ങിന്ന് ചെത്തിയെടുക്കുന്ന സാധനമാണ്. ഡയറക്റ്റ് കണ്ടില്ലേ, കള്ളല്ല. പക്ഷേങ്കിൽ ഇത് പക്ഷേ കുറച്ചും കൂടി തിന്നാൽ കട്ടിയാവും. നല്ല ജ്യൂസ് വരെ കുടിക്കാം. തെങ്ങിന്റെ അങ്ങനെ മീനൊക്കെ കുടിച്ചിട്ട് നേരെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ബോട്ട് കയറിയിട്ട് ഷിപ്പിലേക്ക് പോകുന്നതാണ്. അപ്പോൾ സംഭവം വെച്ചാൽ അന്ന് എല്ലാവരും കുളിച്ച് നമ്മൾ റൂമിലേക്ക് എത്തി കുളിച്ച് ഫ്രഷായി ഷിപ്പിൻ്റെ മുകളിലേക്ക് പോയ സമയത്ത് ഷിപ്പ് സമയം അവിടെ നിന്ന് ഓൾട്ട് തന്നെയാണ്. കാരണം ഓൾട്ടാൻ കാരണം എന്ന് വെച്ചാൽ അവിടെയുള്ള ആ രീതിയിലുള്ള ആൾക്കാരൊക്കെ ഷിപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വീട്ടിലൊക്കെ പോയിട്ട് വരാനുള്ളൊരു സമയം കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പോയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ട ഷിപ്പ് വെയിറ്റ് ചെയ്യുകയും ചെയ്യും. കാരണം ഇഷ്ടംപോലെ സമയമുണ്ട്, നമുക്ക് രാവിലെ ആകുമ്പോൾ എത്തേണ്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഞാൻ മോളിൽ നോക്കുന്ന സമയത്ത് ഞാൻ ആദ്യം ശ്രദ്ധിച്ചിട്ടായിരുന്നു. മോളിൽ നോക്കുന്ന സമയത്ത് ഫുള്ള് ആൾക്കാർ ഫുള്ള് ചൂടിട്ടിട്ട് മീൻ പിടിക്കുക. നിങ്ങൾ കണ്ടില്ലേ, ഒരു മെയിനായിട്ട് കിട്ടുന്ന സാധനം ചൂര, വലിയ സൈസുള്ള ചൂരൊക്കെ കിട്ടും. ഇതാണ്ട ചൂര അവർ പിടിച്ചിട്ടത് ഇങ്ങനെ പെട്ടക്കുന്ന അവിടെ നിന്ന്. എൻ്റെ അമ്മ ഇത് ഞാൻ കണ്ടൊരു സത്യം പറഞ്ഞാൽ എന്താണ്, എനിക്ക് ചൂണ്ടിയിടണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളതിൽ ചൂണ്ടിയിടുന്ന സാധനമൊന്നുമില്ല. അല്ലെങ്കിൽ ഷിപ്പ് ഓൾട്ട് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് നമ്മളതിൽ ചൂണ്ടിയിടുന്നത് നമുക്ക് ചൂണ്ടിയിടും. ഇവരോട് തന്നെ പറയും പോലും, ഷിപ്പ് തന്നെ പറയുമ്പോൾ നിങ്ങൾ ചൂണ്ടിയിട്ട് പിടിക്കുന്നത്. ഇനിയിപ്പോൾ കുറേ മീനിനെ കിട്ടുവാണെങ്കിൽ ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഷിപ്പിൽ വിൽക്കും പോലും. കാരണം എന്നിട്ട് നമുക്ക് പാസഞ്ചേഴ്സിന് എന്ത് ചെയ്യും വെച്ചാൽ കറി വെച്ച് വരും. അല്ലെങ്കിൽ ഇവരിപ്പോൾ എന്ന് വെച്ചാൽ ഇത് ഫ്രീസറിൽ വെച്ചിട്ട് ഇവർ ഇത് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വീട്ടിലേക്ക് ഇവരെടുക്കുകയാണ് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ് ഇവിടെ. ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ ചൂണ്ടിയിട്ട് ഇവിടെ പിടിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഡിന്നർ ടൈമായി. ഡിന്നറിന് വെച്ചാൽ നമുക്ക് എപ്പോഴും രാത്രി എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സൂപ്പ് ഉണ്ടാവും. അപ്പോൾ ആദ്യം കണ്ടത് സൂപ്പാണ്. പിന്നെ നോൺ വെജ് ആയിട്ട് പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ.